അപ്പോൾ ഇന്ന് ഇതാ നമ്മളൊരു ചെറിയ ചോക്ലേറ്റ് അപാരതയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മൂന്നാറിൽ പോയ സമയത്ത് അവിടുന്ന് നമുക്ക് കുറച്ച് കൊക്കോക്കായ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുരു വെച്ചിട്ട് നമ്മളൊന്ന് ചോക്ലേറ്റ് ഉണ്ടാക്കി നോക്കിയതാട്ടോ. നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ സാത്തു നീതി നമ്മൾ ഈ കൊക്കോ ബീൻ ഉണ്ടല്ലോ, അത് 2 ദിവസം വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന് ശേഷം ഒരു ചട്ടി വെച്ചിട്ട് അതിലൊരു 10-15 മിനിറ്റ് ഇതുപോലെ ചെറു തീയിൽ വെച്ചിട്ട് ഇങ്ങനെ റോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു കുരു കണ്ടോ, ഇതിൻ്റെ തൊലി അടർന്നു പോരുന്ന പരുവത്തിലാവുമ്പോൾ നമ്മൾ എടുത്തിട്ട് അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇങ്ങനെ എല്ലാ ബീനും തൊലി കളഞ്ഞിട്ട് എടുക്കണം. കുട്ടികൾക്കൊക്കെ ഇതൊരു നല്ല നേരം പോക്കാണ് കേട്ടോ ഈ ഒരു ജോലി. എന്നിട്ട് ഓരോ ബീനും എടുത്തിട്ട് ഇതുപോലെ തൊലി പെട്ടെന്ന് തന്നെ അടർന്നു പോരും കേട്ടോ. നമ്മളൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അടർന്നു പോരും. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ബീൻ കണ്ടോ, ഈ സാധനം വെച്ചിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കുണ്ടല്ലോ 3 കൊക്കോക്കായാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കുരു വെച്ചിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഇപ്പം നോക്കിക്കേ, നമ്മൾ ആ തൊലിയെല്ലാം അടർത്തി കളഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ബീൻസ് ഇത്രത്തോളമാണ്. കുറച്ചേ ഉള്ളൂ, എന്നാലും അത് വെച്ചിട്ട് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുക, അത് മാത്രമാണ് നമ്മളെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ഇടിമുട്ടി എടുക്കാം. എന്നിട്ട് കുറച്ച് ബീൻസ് അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇടിച്ച് പേസ്റ്റാക്കി എടുക്കണം. നമ്മൾ ആദ്യം തന്നെ ഒരുപാട് ഇട്ടിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടിച്ച് പൊടിയാക്കി എടുക്കാൻ കഴിയില്ല. എന്നിട്ട് കുറച്ചായിട്ട് എടുത്തിട്ടാട്ടോ നമ്മൾ ഈ പരുവത്തിലാക്കിയിട്ടുള്ളത്. നമ്മൾ ഇതിലേക്ക് കുറച്ച് ഷുഗർ പൗഡറും അതുപോലെ തന്നെ മിൽക്ക് പൗഡറും കുറച്ച് ഓയിലും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോയിൽ പെട്ടെന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും നമ്മൾ 2 മണിക്കൂറെങ്കിലും എടുത്തിട്ടാണ് കേട്ടോ ഇതുപോലെ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് നമ്മൾ മിക്സിയിലിട്ട് പൗഡറാക്കി എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ പൗഡർ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇടിമുട്ടിയിലിട്ടിട്ട് മിക്സാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളൊരു ചോക്ലേറ്റിൻ്റെ ഒരു മൗൾഡ് എടുത്തിട്ട് അതിലേക്ക് ഈ മിക്സ് നിറച്ച് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും തന്നെ ചെയ്യാൻ ഞാൻ സഹായിച്ചിട്ടേ ഇല്ല. ഇത് 2 പേരും കൂടി നല്ല ഇൻട്രസ്റ്റിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. എങ്ങനെയെങ്കിലും ലാസ്റ്റ് ചോക്ലേറ്റ് ആയി കിട്ടുമല്ലോ എന്നുള്ളൊരു ലക്ഷ്യം മാത്രം വെച്ചിട്ട് അവർ തനിയെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇതെല്ലാം അവർ ഐഡിയക്ക് അതിനുശേഷം കുറച്ച് നട്ട്സും കിസ്മിസ് എല്ലാം വെച്ചിട്ട് ഇതുപോലെ മൗൾഡ് നിറയെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ സെറ്റായതിന് ശേഷം അടർത്തി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു ആർട്ടിഫിഷ്യൽ ഫ്ലേവറും ചേർത്തിട്ടില്ല കേട്ടോ. വാനില എസൻസ് പോലും ചേർത്തിട്ടില്ല. നമ്മൾ എങ്ങനെയാണോ കൊക്കോയിൽ നിന്ന് നമുക്ക് എന്ത് ടേസ്റ്റിലാണോ ചോക്ലേറ്റ് കിട്ടുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ്. ഷുഗർ പൗഡറും കുറച്ച് ഓയിലും അതുപോലെ തന്നെ മിൽക്ക് പൗഡറും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇത് ടേസ്റ്റ് ചെയ്ത്